إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما صلوات الله والسلام على نبينا ورسولنا وقدوتنا محمد بن عبد الله وعلى آله وأصحابه وعلى من اتبعهم بإحسان إلى يوم الدين أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار സത്യവിശ്വാസികളെ താബിഈയായിരുന്ന സലഫുകളിൽപ്പെട്ട അഹ്മദ് അൽ അൻതാഖി റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞ വളരെ പ്രസക്തമായിട്ടുള്ള ഈ കാലഘട്ടത്തിലും നാം ചിന്തിക്കേണ്ട ഒരു വാക്ക് കാണാം. അദ്ദേഹം പറയുകയുണ്ടായി, അദ്റക്തു മിനൽ അസ്മിനതി സമാനൻ ആദ ഫീഹിൽ ഇസ്ലാമു ഗരീബൻ കമാ ബദഅ. ഞാനിതാ ഒരു കാലഘട്ടത്തിൽ എത്തിയിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ അതാ ഇസ്ലാം ആരംഭിച്ചതുപോലെ ഇസ്ലാം അപരിചിതമായിരിക്കുന്നു, ഗരീബായിരിക്കുന്നു. വആദ വസ്ഫുൽ ഹഖ് ഫീഹി ഗരീബൻ കമാ ബദഅ. ഹക്കും ഹക്കിന്റെ അടയാളങ്ങളും ആളുകളുമെല്ലാം അപരിചിതമായിരിക്കുന്നു ഇസ്ലാം ആരംഭിച്ചതുപോലെ. ഇൻ തർഗബ് ഫീഹി ഇലാ ആലിമിൻ വജദ്തഹു മഫ്തൂനൻ ബിഹബ്ബി ദുനിയ വയുഹിബ്ബു തഅലീമ വൽറിആസ. നീ ഏതെങ്കിലും ആലിമിലേക്കാണ് ഈ കാലഘട്ടത്തിൽ നോക്കുന്നത് എങ്കിൽ ആ ആലിമിനെ ദുനിയാവിനോടുള്ള ഇഷ്ടം കൊണ്ടും നേതൃത്വത്തിന്റെ ആഗ്രഹം കൊണ്ടുമെല്ലാം അവൻ പരീക്ഷിക്കപ്പെട്ടതായി, ഫിത്നയിൽ അകപ്പെട്ടതായി കാണാൻ സാധിക്കും. വൈൻ തർഗബ് ഫീഹി ഇലാ ആബിദിൻ, ഇനി ഒരു ആബിദിനെയാണ് നീ അന്വേഷിക്കുന്നതെങ്കിൽ, തേടുന്നത് എങ്കിൽ, വജദ്തഹു ജാഹിലൻ ഫി ഇബാദതിഹി മഖ്ദൂഅൻ സരീഅ. ഒരു ആബിദിനെ ജാഹിലായിക്കൊണ്ട് അവൻ ചെയ്യുന്ന ഇബാദത്തുകളിൽ യാതൊരു അറിവുമില്ലാത്തവനായിക്കൊണ്ട് നീ കണ്ടെത്തുന്നതാണ് എന്ന്. സഹോദരങ്ങളെ, നാം ഏറെ ആലോചിക്കേണ്ട, ഈ കാലഘട്ടത്തിൽ വളരെ ഗൗരവത്തിൽ എടുക്കേണ്ട ഒരു വാക്കാണത്. 1000 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഈ വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ ചുറ്റും ഇസ്ലാം വളരെയധികം അപരിചിതമായി കൊണ്ടിരിക്കുകയാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച, സ്വഹാബികൾ മനസ്സിലാക്കിയ ദീൻ വളരെയധികം അപരിചിതമായി കൊണ്ടിരിക്കുന്ന, ആളുകൾക്കിടയിൽ പരിചയമില്ലാത്ത, ഇതെന്തോ ഒരു പുതിയ വിശ്വാസമാണ്, പുതിയ സംസ്കാരമാണ് എന്ന നിലക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും ആദ്യകാലത്ത് ദീൻ അനുസരിച്ച് ജീവിക്കുമ്പോൾ ആളുകൾക്കിടയിൽ അങ്ങനെയായിരുന്നു. പിന്നീട് ഇസ്ലാമിലേക്ക് ശുബ്ഹത്തുകളും ശഹവത്തുകളും കടന്നുകൂടിയപ്പോൾ വിശ്വാസത്തിൽ പിഴവുകൾ ഉണ്ടാകുന്ന സംശയങ്ങൾ, ശുബ്ഹാത്തുകൾ, അതുപോലെ തന്നെ അമലിനെ തെറ്റിക്കുന്ന ശഹവത്തുകൾ, ഷഹ്വാത്തുകൾ, ഇച്ഛകൾ ഇവ കടന്നുകൂടിയപ്പോൾ ആളുകൾ ദീനിൽ നിന്നകന്നു. വളരെ കുറച്ചാളുകൾ മാത്രം ആ ദീനെ മുറുകെ പിടിക്കുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച, സ്വഹാബികൾ മനസ്സിലാക്കിയ ദീനെ മുറുകെ പിടിക്കുന്നവരായി അവർ ആ കാലത്തും ഈ കാലത്തും അപരിചിതത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ബദഅൽ ഇസ്ലാമു ഗരീബൻ വസയഊദു ഗരീബൻ കമാ ബദഅ. ഇസ്ലാം അപരിചിതത്തിലാകുന്ന ഒരു കാലം വരാനുണ്ട്. ഇസ്ലാം ആരംഭത്തിൽ എങ്ങനെയായിരുന്നോ അപരിചിതമായി തുടങ്ങിയത് അതുപോലെ തന്നെയാകുന്ന ഒരു കാലം വരും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫതൂബാ ലിൽ ഗുറബാ. ആ അപരിചിതരായിട്ടുള്ള ആളുകൾക്ക് ആശംസ എന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, നോക്കൂ നിങ്ങൾ, നമുക്ക് ചുറ്റുമുള്ള മുസ്ലിമീങ്ങളുടെ അവസ്ഥ, ഇസ്ലാമിന്റെ പേരുള്ള ആളുകളുടെ അവസ്ഥ, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ദീനിൽ അറിയപ്പെടുന്ന ആളുകളുടെ അവസ്ഥ കുഫാറുകളോട് സാദൃശ്യപ്പെടുന്ന രീതിയിൽ അവരുടെ ജീവിതം മാറിയിരിക്കുന്നു. ദീനിൽ ഒരു അടിസ്ഥാനവുമില്ലാത്ത ബിദ്അത്തുകൾ അവർ ആഘോഷമായി കൊണ്ടു നടക്കുന്നു. ഇസ്ലാമിന്റെ പേരിലാണ് അവർ. എന്നാൽ ഈ ഇസ്ലാമിന്റെ പേരിൽ യഥാർത്ഥ ദീനിനെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും പഠിപ്പിച്ച ദീനിനെ മുറുകെ പിടിക്കുന്ന, അത് ഇൽമും അമലുമാക്കുന്ന ആളുകളെ അവർക്ക് മനസ്സിലാകുന്നില്ല, അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. അവരതാ അവരുടെ മുമ്പിൽ അപരിചിതരായി തന്നെ തുടരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുറബാക്കൾക്ക് ആശംസ എന്ന് പറഞ്ഞപ്പോൾ
സഹാബികൾ ചോദിച്ചു, മൻഹും യാ റസൂലല്ലാഹ്, റസൂലേ ആരാണവർ, ആരാണ് ഖുറബാക്കൾ, ആരാണവർ എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, അല്ലദീന യുസ്ലിഹൂന ഇദാ ഫസദ അന്നാസ്, ജനങ്ങൾ ഫസാദാകുമ്പോൾ അതിനെ നന്നാക്കുന്നവർ, അല്ലെങ്കിൽ സ്വയം നന്നാകുന്നവർ എന്ന അർത്ഥത്തിലും ഉലമാക്കൾ പറഞ്ഞത് കാണാം. ജനങ്ങൾ ഫസാദിലാകുമ്പോൾ സ്വയം നന്നാകുന്നവരും അതുപോലെ തന്നെ മറ്റുള്ളവരെ നന്നാക്കാൻ നന്മ കൽപ്പിക്കുന്നവരും തിന്മ വിരോധിക്കുന്നവരുമായിട്ടുണ്ടാകുന്ന ആളുകളാണ് ആ ഖുറബാക്കൾ എന്ന് പറഞ്ഞു. വേറെ റിവായത്തിൽ കാണാം, ഖൗമുൻ സ്വാലിഹൂന ഖലീലുൻ, വളരെ ചുരുങ്ങിയ എണ്ണത്തിലുള്ള ചുരുങ്ങിയ സ്വാലിഹീങ്ങളായ ആളുകളാണവർ. ധാരാളം ദോഷങ്ങളുള്ള കേടുകളുള്ള പിഴവുകളുള്ള ആളുകൾക്കിടയിൽ ഉണ്ടാകുന്ന കുറഞ്ഞ സ്വാലിഹീങ്ങളാണവർ. എന്നിട്ട് പറഞ്ഞു, അവരെ അനുസരിക്കുന്നവരെക്കാൾ അവരെ ധിക്കരിക്കുന്ന ആളുകളായിരിക്കും കൂടുതൽ ഉണ്ടാവുക. സഹോദരങ്ങളെ, ഈ ഹദീസുകളെല്ലാം വിശകലനം ചെയ്തുകൊണ്ട് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഖുറബാക്കൾ രണ്ട് രീതിയിലാണ് ഉണ്ടാവുക. ഒന്നാമത്തെ ആളുകൾ മൻ യുസ്ലിഹു നഫ്സഹു ഇൻദ ഫസാദിൻ നാസ്, ജനങ്ങൾ ഫസാദായിക്കൊണ്ടിരിക്കുമ്പോൾ, അവരവരുടെ ദീനിന്റെ ഇസ്സത്തിനെ നശിപ്പിച്ചു കളയുമ്പോൾ, അവരവരുടെ ദീനിൽ ഇല്ലാത്തതിനെ കൊണ്ടു നടക്കുമ്പോൾ, ബിദ്അത്തുകളെ ചെയ്യുമ്പോൾ, ദീനിന് യോജിക്കാത്ത പ്രവർത്തനങ്ങളിൽ മുഴുകുമ്പോൾ, സ്വന്തത്തെ നന്നാക്കിക്കൊണ്ട് ആ ദീനിൽ ഉറച്ചു നിൽക്കുന്ന ആളുകൾ. രണ്ടാമത്തെ കൂട്ടരോ മാ യുസ്ലിഹു മാ അഫ്സദൻ നാസ്, ജനങ്ങൾ ഫസാദാക്കി ദീനിനെ നന്നാക്കുന്നവർ, ആളുകൾക്ക് മുമ്പിൽ അതിനെ പഠിപ്പിച്ചു കൊടുക്കുന്നവർ, ആളുകൾക്ക് മുമ്പിൽ അതിനെ എത്തിച്ചു കൊടുക്കുന്നവർ. സഹോദരങ്ങളെ, നാം ഈ കൂട്ടരാകേണ്ടതുണ്ട്. ആളുകൾ ഒഴുകുന്ന ഒഴുക്കിന് യോജിച്ച് ഒഴുകി പോകേണ്ടവരല്ല നമ്മൾ. നമ്മുടെ ദീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതാണ്, സ്വഹാബികൾ കാണിച്ചു തന്നതാണ്. അതിനെ നാം മുറുകെ പിടിക്കണം, അതിനെ നമ്മുടെ അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കണം. നമ്മുടെ മരണം വരെ അതാണ് ഹക്കായ ദീൻ എന്ന് കൊണ്ടു നടക്കണം. അങ്ങനെ കൊണ്ടു നടക്കുന്ന ആളുകൾ ഈ അപരിചയത്തിന്റെ കാലഘട്ടത്തിൽ, ക്ഷമയുടെ നാളുകളിൽ ഏറ്റവും മഹത്തായ പ്രതിഫലത്തിന് അർഹരാകുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നോക്കൂ, ഇന്ന മിൻ വറായിക്കും അയ്യാമൻ, ചില കാലം നിങ്ങൾക്ക് പിന്നിൽ വരാനുണ്ട്. സ്വഹാബികളോട് പറയുകയാണ്, ചില ദിവസങ്ങൾ വരാനുണ്ട്. അസ്സബ്റു ഫീഹിൻ മിസ്ലുൽ ഖബ്ദ് അലൽ ജംർ, ആ കാലഘട്ടത്തിൽ ക്ഷമിക്കുക എന്നുള്ളത്, ദീനിനെ മുറുകെ പിടിക്കുക എന്നുള്ളത്, അതനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് തീക്കനലിനെ മുറുകെ പിടിക്കുന്ന പോലെ ബുദ്ധിമുട്ടുള്ളതായിരിക്കും. ആളുകളുടെ കളിയാക്കലുണ്ടാകും, കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാകും, 6-ാം നൂറ്റാണ്ടിന്റെ സംസ്കാരമാണെന്ന് പറയുന്നുണ്ടാകും, പല രീതിയിലുള്ള വാക്കുകൾ കേൾക്കേണ്ടി വരും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലിൽ ആമിലി ഫീഹിൻ മിസ്ലു അജ്രി 50 റജുലൻ യഅമലൂന മിസ്ല അമലിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ന് ഈമാനും സൽക്കർമ്മങ്ങളും കൊണ്ട് നടക്കുന്ന ആളുകൾ, യഥാർത്ഥ രൂപത്തിൽ ദീനെ മുറുകെ പിടിക്കുന്ന ആളുകൾ, അവർക്കുള്ള പ്രതിഫലം എത്രയാണെന്ന് അറിയുമോ? നിങ്ങളിൽ 50 ആളുകൾ പ്രവർത്തനം ചെയ്താൽ ചെയ്യുന്ന കർമ്മങ്ങളുടെ പ്രതിഫലമാണ് അവർക്കുണ്ടാവുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ സഹാബികൾ സംശയത്തോടു കൂടി ചോദിച്ചു, യാ റസൂലല്ലാഹ്, അജ്റു 50 മിന്നാ ഔ മിൻഹും, ഞങ്ങളിൽപ്പെട്ട സ്വഹാബികളിൽപ്പെട്ട 50 ആളുകളുടെ പ്രതിഫലമാണോ, അതല്ല അവരുടെ കൂട്ടത്തിൽ തന്നെ പെട്ട 50 ആളുടെ പ്രതിഫലമാണോ എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, ബൽ അജ്റു 50 മിൻകും, നിങ്ങളിൽപ്പെട്ട 50 ആളുകളുടെ പ്രതിഫലമാണ് അന്ന് ആ ദീനിൽ ഉറച്ചു നിൽക്കുന്ന കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ പേരിൽ ആളുകൾ ഏതൊക്കെ തരത്തിൽ വഴികേടിലായാലും, എത്രയേറെ കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളും നേരിട്ടാലും ഈ ദീനിൽ നമ്മൾ വ്യതിചലിക്കരുത്. തമസ്സഖു ബിഹാ, അതിൽ ഉറച്ചു നിൽക്കുക. അദ്ദു അലൈഹാ ബിന്നവാജിദ്, അണപ്പല്ലുകൊണ്ട് അതിനെ കടിച്ചു പിടിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ കാണിച്ചു തന്നത്, സ്വഹാബികൾ അതെങ്ങനെയാണോ മനസ്സിലാക്കിയത്, ആ പാതയിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഉറച്ചു നിൽക്കാൻ ഇൽമും അമലുമായിട്ട് നാം ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു അസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദഹു. ഇബാദുല്ലാഹ് ഇത്തഖുല്ലാഹ്. സഹോദരങ്ങളെ, ഇസ്ലാം അപരിചിതമാകുന്ന കാലഘട്ടമാണ് ലോകാവസാനത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നത്. അവസാനത്തിൽ വരുന്ന സമൂഹമായിരിക്കും ഏറ്റവും വലിയ അപരിചിതർ. അവരിലാണ് ഈസാ നബി അലൈഹി ഇസ്ലാം വന്നെത്തുക എന്ന് ഹദീസുകളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. ആ ഒരു അവസ്ഥയിൽ ഒരു മുഅ്മിൻ അവൻ നേരിടേണ്ടി വരുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ അവൻ അനുഭവിക്കുന്ന ഗുർബത്തും അതെല്ലാം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള മുഅ്മിനീങ്ങൾക്ക്
ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ മദാരിജുസ് സാലിക്കീൻ എന്ന കിതാബിൽ വളരെ മഹത്തായ ഒരു ഉപദേശം നൽകുന്നുണ്ട്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയുകയാണ്, ഫഇദാ അറാദൽ മുഅ്മിനുൽ ലദീ റസഖഹു അല്ലാഹു ബസീറതൻ ഫീ ദീനിഹി വഫിഖ്ഹൻ ഫീ സുന്നത്തി റസൂലിഹി വഫഹ്മൻ ഫീ കിതാബിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ ഉൾക്കാഴ്ചയുള്ള, അവന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിനെ കുറിച്ച് അറിവുള്ള, അവന്റെ കിതാബിനെ കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കിയിട്ടുള്ള ഒരു മുഅ്മിൻ, അവൻ വഅറാഹു മന്നാസു ഫീഹി മിനൽ അഹ്വാഇ വൽ ബിദ്അ വൽ ദലാലാത്ത്, അവന് മനസ്സിലാക്കാൻ സാധിക്കും ജനങ്ങൾ എത്രത്തോളം പിഴവിലാണ് എന്നുള്ളത്, അവർ എത്രത്തോളം ബിദ്അത്തുകളും വഴികേടുകളിലും അവരുടെ ഇച്ഛകളാണ് പിൻപറ്റുന്നത് എന്നുള്ളത്. എന്നിട്ട് പറയാണ്, വതനക്കുബിഹിം അനിസ് സിറാത്തിൽ മുസ്തഖീം അല്ലദീ കാന അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്ഹാബുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളുമായിരുന്ന സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് എത്രത്തോളം ജനങ്ങൾ വഴികേടിലായിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ ദീനിൽ അറിവുള്ള, സുന്നത്തിനെ കുറിച്ച് ബോധമുള്ള, ഖുർആനിനെ കുറിച്ച് അറിവുള്ള ആളുകൾക്ക് മനസ്സിലാകും. ഫഇദാ അറാജ, അങ്ങനെ മനസ്സിലാക്കി ഒരുവൻ അൻയസ്ലുക ഹാദ സിറാത്ത്, ഈ നേരായ മാർഗ്ഗം മുറുകെ പിടിച്ച് ജീവിക്കാൻ ഒരുങ്ങിയാൽ, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തും സ്വഹാബികളുടെ മാർഗ്ഗവും മുറുകെ പിടിച്ച് സിറാത്തുൽ മുസ്തഖീമിൽ ജീവിക്കാൻ അവൻ മുന്നൊരുങ്ങുന്നത് എങ്കിൽ ഫൽയുവത്തിൻ നഫ്സഹു അലാ ഖദ്ഹിൽ ജുഹാലി വഅഹ്ലിൽ ബിദ്അ ഫീഹി വതഅനിഹിം അലൈഹി വജ്ദിറാഇഹിം ബിഹി, അവന്റെ സ്വന്തത്തെ ഉറപ്പിച്ചു നിർത്തട്ടെ, സ്വന്തത്തിൽ അവൻ പ്രതീക്ഷിക്കട്ടെ ജുഹാലുകളായ, വിഡ്ഢികളായ ആളുകളുടെ, ബിദ്അത്തിന്റെ ആളുകളുടെ ആക്ഷേപവും പരിഹാസവും അകൽച്ചയും അവൻ പ്രതീക്ഷിക്കട്ടെ. വതൻഫീരിൻ നാസി അൻഹു വതഹ്ദീരിഹിം മിൻഹു, ജനങ്ങൾ അവനിൽ നിന്ന് അകന്നു പോകുന്നത്, അവനെ ഒറ്റപ്പെടുത്തി അവനെതിരെ ആളുകൾ താക്കീത് ചെയ്യുന്നത് ഏതുപോലെ, കമാ കാന സലഫുഹും മിനൽ കുഫാർ യഫ്അലൂനഹു മഅ മത്ബൂഇഹി വഇമാമിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബികളെയും ഈ കൂട്ടരുടെ മുൻ തലമുറക്കാരായ കുഫാറുകൾ എങ്ങനെയാണോ ഒറ്റപ്പെടുത്തിയതും കുറ്റപ്പെടുത്തിയതും കളിയാക്കിയതും അതുപോലെയെല്ലാം ഉണ്ടാകും. എന്നിട്ട് പറയുകയാണ്, ഫഇമ്മാ ഇദാ ദഅാഹും ഇലൈഹി ഇലാ ദാലിക വഖദ്ഹ ഫീമാ ഹും അലൈഹി فيما هم عليه وباعل تقوم قيامتهم يبغون لها غوائب وينسبون له الحبائل. അവനെ ഈ ഹക്കിലേക്ക് അവരെ ക്ഷണിക്കുകയാണ് എങ്കിൽ ആ ആളുകൾ അവർക്കെതിരെ പലതരത്തിലുള്ള ചങ്ങലകളും പലതരത്തിലുള്ള കുറ്റപ്പെടുത്തലും അഴിച്ചുവിടുക തന്നെ ചെയ്യും. എന്നിട്ട് പറഞ്ഞു, ഫഹുവ ഗരീബുൻ ഫീ ദീനിഹി ലിഫസാദി അദ്യാനിഹിം, അവരവരുടെ ദീനിൽ നിന്ന് പഴച്ചു പോയതുകൊണ്ട്, തെറ്റിപ്പോയതുകൊണ്ട് അവന്റെ ദീനിനെ മുറുകെ പിടിക്കുന്നതിൽ അവരിൽ അപരിചിതനാണ്. ഗരീബു ഫീ തമസ്സുഖിഹി ബിസ്സുന്നഹ് ലിതമസ്സുഖിഹിം ബിൽ ബിദ്അഹ്, അവർ ബിദ്അത്തിൽ മുറുകെ പിടിച്ചതുകൊണ്ട് സുന്നത്തിനെ മുറുകെ പിടിക്കുന്നവൻ അവരിൽ അപരിചിതനാണ്. ഗരീബുൻ ഫീ ഇഅ്തിഖാദിഹി ലിഫസാദി അഖായിദിഹിം, അവരുടെ വിശ്വാസം പഴച്ചതുകൊണ്ട് യഥാർത്ഥ വിശ്വാസമുള്ളവൻ അവരിൽ അപരിചിതനാണ്. ഗരീബുൻ ഫീ സ്വലാത്തിഹി ലിസൂഇ സ്വലാത്തിഹിം, അവരുടെ നിസ്കാരം മോശമായതുകൊണ്ട് നിസ്കാരത്തിന്റെ വിഷയത്തിലും അവൻ അപരിചിതനാണ്. അതുപോലെ തന്നെ ഗരീബുൻ ഫീ തുർഖിഹി ലിഫസാദി തുർഖിഹിം, അവരുടെ ജീവിതത്തിലെ എല്ലാ മേഖലയിലും അവർ പഴച്ചതായതുകൊണ്ട് ഇവന്റെ ജീവിതത്തിന്റെ നേരായ മാർഗത്തിലും അവൻ അപരിചിതനാണ്. ഗരീബുൻ ഫീ മുആശറതിഹിം ലഹും ലിഅന്നഹു യുആശിറുഹും അലാ മാ ലാ തഹ്വ അൻഫുസുഹും, അവരുമായിട്ടുള്ള ഇടപഴകലുകളിലും അവൻ ഗരീബാണ്, അപരിചിതനാണ്. കാരണം അവരുദ്ദേശിക്കുന്നത് പോലെയല്ല അവൻ അവരുമായി ഇടപഴകുന്നത് എന്ന്. സഹോദരങ്ങളെ, നാം ഗൗരവത്തിൽ ചിന്തിക്കേണ്ട വാക്കുകളാണത്. നാം മനസ്സിലാക്കേണ്ട ഈ അപരിചിതത്വം, ഈ ഹക്കിനെ നമ്മൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ നാം നേരിടേണ്ടി വരും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ സബറിന്റെ കാലഘട്ടത്തിൽ, ഈ ക്ഷമ അവലംബിക്കേണ്ട കാലഘട്ടത്തിൽ, ഇസ്ലാമിന്റെ അപരിചയത്തിന്റെ കാലഘട്ടത്തിൽ ഇൽമും അമലുമായിട്ട് നാം മുന്നേറേണ്ടതുണ്ട്, അറിവ് നേടേണ്ടതുണ്ട്, സൽക്കർമ്മങ്ങൾ ചെയ്യേണ്ടതുണ്ട്, അതിൽ ഉറച്ചു നിൽക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ പഠിപ്പിച്ചത്, സ്വഹാബികൾ എങ്ങനെയാണോ ദീനെ മനസ്സിലാക്കിയത്, അങ്ങനെ തന്നെ ആ ദീനിനെ മുറുകെ പിടിക്കുക, മരണം വരെ അതിൽ ഉറച്ചു നിൽക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും അതിൽ തൗഫീഖ് നൽകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.